ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയല്ലേ? അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചായ ഇട്ടിട്ട് നമ്മുടെ ദിവസം അങ്ങനെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ 5:45 ചായയൊക്കെ തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും ഏട്ടന് നേരത്തെ പോകണം. അപ്പോൾ ഇന്ന് ഇത്തിരി കുറച്ച് ലോങ് പണിക്ക് പോവുകയാണ്. ഇപ്പോൾ 2 ദിവസമായിട്ട് തൃശ്ശൂരാണ്. അപ്പോൾ എന്തായാലും നേരത്തെ പോകേണ്ടത് കൊണ്ട് തന്നെ ഏട്ടന് ചായ മാത്രം മതി. അപ്പോൾ ഇന്ന് കഴിക്കാനൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ആൾ രാവിലെ 5:45 കഴിക്കില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാനൊരു കാലി ചായ മാത്രം ഇട്ട് കൊടുത്തു. ഇത്തിരി നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ചായയൊക്കെ ഇട്ട് ഏട്ടനെ കൊടുക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് മൂപ്പര് പോയിട്ടുണ്ട്, പണിക്ക് പോയിട്ടുണ്ട്. അതിന് ശേഷം ഞാനിതാ കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ട് അതിൽ ഇത്തിരി കല്ലുപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ വായി കുലുക്കുഴിയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ 2-3 ദിവസമായി നമ്മുടെ ചുണ്ടിൻ്റെ ആ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു മുറിവ് ഇട്ടാൽ നമ്മൾ ബ്രഷൊക്കെ പല്ല് തേക്കുന്ന സമയത്ത് കുത്ത് കിട്ടുമല്ലോ. ആ സമയത്ത് ബ്രഷ് കൊണ്ട് കുത്തിയപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഒരു പഴുത്ത പോലെയും അതാകെ ഉപ്പോ അല്ലെങ്കിൽ എന്ത് തട്ടിയാലും പച്ചവെള്ളം തട്ടിയാലും നല്ല നീറ്റലും എരിച്ചലുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ 2 ദിവസമായിട്ട് ഭയങ്കര വായൊക്കെ നല്ല വേദന എടുത്തിട്ടാണ് കേട്ടോ. കാര്യം നിസ്സാരം ചെറിയൊരു മുറിവാണ്, കണ്ണിൽ പോലും കാണില്ല. പക്ഷെ എന്നാലും നല്ല വർത്തമാനം പറയാൻ പോലും വയ്യ. രാവിലെ എണീക്കുമ്പോൾ കുറച്ച് കൂടുതലാണ് കേട്ടോ, നീര് വന്നിട്ട് അങ്ങനെ ഒരു മാതിരി ഉണ്ട്. അപ്പം ഞാൻ ഉപ്പ് കല്ലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യട്ടോ. അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ജീവൻ പോവും. സഹിക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. നമ്മൾ ഈ ചാറും പുളിയൊക്കെ തട്ടുമ്പോൾ ആ ഒരു ഇതങ്ങോട്ട് മാറിക്കിട്ടുമല്ലോ. അപ്പം ഞാൻ എന്തായാലും രാവിലെ തന്നെ കുറച്ച് ഉപ്പ് വെള്ളമൊക്കെ വെച്ചിട്ട് വായി കുലുക്കുഴിയാണ്. അപ്പോൾ നീരൊക്കെ ഉണ്ടാണെങ്കിൽ ഒന്ന് മാറുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ചൂടുവെള്ളം ലൈറ്റ് ചൂടേ ഉള്ളൂ, പക്ഷേ എന്നാലും അവിടെ തട്ടുമ്പോൾ നല്ല എരിച്ചലാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിള്ളേരൊന്നും എണീറ്റ് വന്നിട്ടില്ല കേട്ടോ. സമയം ആവണല്ലേ ഉള്ളൂ, നേരം വെളുത്തിട്ടില്ല. അപ്പോൾ ഏട്ടൻ എന്താ പോകാനായിട്ട് ഇറങ്ങാനായിട്ട് നിൽക്കുന്ന ആൾക്ക് ചായയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഞാനിവിടെ വന്ന് നിന്നാണ് കേട്ടോ. അങ്ങനെ കുൽക്കുഴിയിലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അടുപ്പ് കത്തിക്കാനായിട്ട് അടുപ്പിൻ്റെ അവിടെ വന്നു. അപ്പോൾ ചാരമൊക്കെ വാരി നമ്മുടെ അടുപ്പിൽ വിറകൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു തുള്ളി മണ്ണെണ്ണ ഒറ്റിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് ആരോ ഇതുപോലെ ഞാൻ വീഡിയോയിൽ മണ്ണെണ്ണ ഒഴിക്കുന്നത് കണ്ടിട്ട് പറഞ്ഞു, അടുപ്പിൽ മണ്ണെണ്ണ ഒഴിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എന്താ ചെയ്യാനാണ്, വിറകൊന്നും പിടിച്ച് കിട്ടാത്തത് കൊണ്ട് തന്നെ അത് കുറേയൊക്കെ നമ്മൾ നോക്കും. ഇനി അവിടെ കിട്ടാതാകുമ്പോൾ പിന്നെ ഞാൻ കത്ത് കിട്ടണ്ടേ, നമുക്ക് രാവിലെ എണീറ്റാൽ ഒന്നിനും നേരമില്ലല്ലോ. അപ്പോൾ ഒരു തുള്ളി അങ്ങോട്ട് നമ്മുടെ ചിരട്ടിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ അടുപ്പ് കത്തിക്കുന്നത്. ചിലപ്പോൾ കേട്ടോ, വല്ലപ്പോഴും. ഇപ്പോൾ അറിയാമല്ലോ, ആകെ കൂടെ 3 മാസത്തിൽ കൂടുമ്പോഴാണ് 1/2 ലിറ്റർ മണ്ണെണ്ണ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ വിളക്കിൽ ഒഴിച്ച് പിന്നെ അതിൽ ഇത്തിരി ഒരു പൊട്ട് വല്ലപ്പോഴും നമുക്ക് തീ പിടിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ദിവസങ്ങളിൽ മാത്രം ഞാനങ്ങനെ രാവിലെ ചെയ്യാറുണ്ട് കേട്ടോ. കാരണം നേരത്തിനും കാലത്തിനും മക്കൾക്ക് ചോറും കറിയൊക്കെ ആവണമല്ലോ, ഈ അടുപ്പിൻ്റെ ചുവട്ടിൽ നിന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഞാനിതാ അടുപ്പൊക്കെ ഒന്ന് കത്തിച്ച് വിട്ട് അരി ഇടാനായിട്ട് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചു. എന്നിട്ട് ഇതാ അവിടെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുത്താണ്. നമ്മുടെ വീടൊക്കെ എന്താ രാവിലെ എണീക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലേ, ഈ പുകയും പിന്നെ അപ്പുറത്തൊക്കെ മഞ്ഞും തണുപ്പും ഒക്കെ ആയിട്ട് നമ്മുടെ വീട് കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. അങ്ങനെ വീഡിയോ എടുപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ രാവിലെ തന്നെ. അപ്പോൾ അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം മക്കളൊക്കെ ഓരോരുത്തരായിട്ട് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിതാ ഇപ്പുറത്തെ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വിടുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെയൊക്കെയാണ് നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് അമർത്തി വെച്ച് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്തിടുക കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ ഇനി ഇടുന്ന വീഡിയോസുകളൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിക്കാനും ഒന്ന് മറന്നു പോകരുത് കേട്ടോ. അങ്ങനെ ഞാനിതാ നമ്മൾ മുറ്റമൊക്കെ അടിച്ചു വിടുകയാണ്. അപ്പോൾ രാവിലെ മുതൽ എൻ്റെ തോളത്ത് ഈ ഒരു തോർത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇതിനിപ്പോൾ അങ്ങനെ കുറച്ച് നേരം അങ്ങനെ കിടക്കും. നമ്മൾ ഇങ്ങനെ എന്ത് വെള്ളമായാലും എന്ത് ഇതായാലും നമ്മളിങ്ങനെ മാക്സിൻ്റെ ഈ 2 സൈഡ് ഇങ്ങനെ തുടച്ച് ഈ മാക്സിൻ്റെ 2 ഭാഗവും ഇങ്ങനെ കരിമ്പനടിച്ച് നല്ല വൃത്തികേടായിട്ടിരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പം ഞാനെപ്പോഴും ഒരു തുണി വെച്ചിട്ട് അതിലിങ്ങനെ തുടയ്ക്കുക. അത് ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ തുടയ്ക്കുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ തുണി എടുക്കുകയുള്ളൂ. അല്ലാതെ എപ്പോഴൊന്നും ഇല്ല. എങ്ങനെ മാക്സിയിൽ തുടച്ച് ഈ 2 സൈഡും ഭയങ്കര കരിമ്പനടിച്ചിട്ട് ഇതാവും കേട്ടോ. അങ്ങനെ തന്നെയാണ് എൻ്റെ മാക്സികൾ മൊത്തം അങ്ങോട്ട് നാശമായി പോണത്. അങ്ങനെ ഞാനിതാ മുറ്റമൊക്കെ അടിച്ചതിന് ശേഷം ഞാനിതാ
പാത്രം കഴുകാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അടുക്കളയിലെ പാത്രമൊക്കെ രാവിലെ തന്നെ ഒഴിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കഴുകാനായിട്ട്. അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. അപ്പോൾ ചോറിനുള്ള അരിയൊക്കെ കഴുകി ഇട്ടു കേട്ടോ. ഇനിയിപ്പോൾ ചിട്ടിക്കുട്ടിക്ക് ചോറ് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ ഇന്ന് പലഹാരമൊന്നും രാവിലെ ഉണ്ടാക്കില്ല, ഒന്നും മാവൊന്നും അരച്ച് വെച്ചിട്ടില്ല. അപ്പോൾ ഗോതമ്പുണ്ട്, പക്ഷേ ഏട്ടന് രാവിലെ നേരത്തെ ആയതുകൊണ്ട് തന്നെ ഉപ്പുമാവൊന്നും വേണ്ടാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കാനായിട്ട് നിന്നില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ മക്കൾക്കും എനിക്കിപ്പോൾ രാവിലെ എപ്പോഴും പലഹാരം വേണമെന്നൊന്നുമില്ല കേട്ടോ. 3 നേരം ചോറാണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. പക്ഷേ ഏട്ടനുണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ പലഹാരത്തിന് ആൾക്ക് ഇഷ്ടം. അല്ലെങ്കിൽ പിന്നെ മാവൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും പലഹാരം കഴിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും നിർബന്ധമില്ല എന്ന് മാത്രം കേട്ടോ. ഇതിപ്പോൾ മിക്ക വീടുകളിലും നമ്മുടെ പാലക്കാട് ജില്ലയിൽ മിക്ക വീടുകളും സാധാരണക്കാരൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. രാവിലെ പലഹാരം കഴിക്കുന്ന ആൾക്കാർ ചുരുക്കമായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ അടുക്കളയിൽ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി അടുക്കളയിൽ കൊണ്ടുവയ്ക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇന്ന് കാര്യമായിട്ട് അത്രയുള്ള പാത്രങ്ങളൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാനിതാ നമ്മുടെ പയർ പൊട്ടിക്കാനായിട്ട് നമ്മുടെ പയർ തോട്ടത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഉപ്പേരി വെക്കാനായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ, എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഉണ്ട് 3-4 പയറിങ്ങനെ മൂത്ത് നിൽക്കുന്നത് കണ്ടു. പിന്നെ ഇപ്പോൾ ഞാനിങ്ങനെ എല്ലായിടത്തും ഒന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം ഒരു പിടി കിട്ടുവോളം പയറുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ പയർ പൊട്ടിക്കട്ടെ എന്നും പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ഈ പയറിൻ്റെ ഇലയൊക്കെ നുള്ളിയിട്ട് ഉപ്പേരി ഉണ്ടാക്കണതൊക്കെ വീഡിയോയിൽ കാണിക്കാനായിട്ട് 1-2 കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെറുതായിരിക്കുന്ന സമയത്തൊക്കെ പയറിൻ്റെ ഇലയൊക്കെ നുള്ളി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ മൂത്തില്ലേ, അതുകൊണ്ടാണ് കേട്ടോ നുള്ളാത്തത്. നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ ഇളമ്പ് നോക്കിയിട്ട് ഒക്കെ ഒന്ന് നുള്ളിയിട്ട് ഉപ്പേരി വെക്കാം. ഇനി ഒരു ദിവസം വെക്കാം കേട്ടോ. പിന്നെ ഇന്നലെ നമ്മളോട് 1-2 കൂട്ടുകാർ ഹായ് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ അബിയാണ്, അബിയും ചോദിച്ചിട്ടുണ്ട്. പിന്നെ പ്രിയ ചോദിച്ചിട്ടുണ്ട്, മകൾ ദിയ കുട്ടിക്ക് വേണ്ടിയിട്ട്. ദിയ കൃഷ്ണൻ എന്നാണ് കേട്ടോ പറഞ്ഞത്. അവർക്ക് 2 പേർക്കും വേണ്ടിയിട്ട് ഹായ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ പ്രിയൻ്റെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് നമ്മുടെ വീടും പരിസരവും ഒക്കെ, നല്ല കാണാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പ്രിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാം ഇരുന്ന് കാണുന്ന ആൾക്കാരാണ് പ്രിയയും മകളെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദിയ കുട്ടിക്ക് നമ്മുടെ വീടും പരിസരവും ഒക്കെ നല്ല ഇഷ്ടമാണ്, വീഡിയോസൊക്കെ എല്ലാം കാണും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രിയ. അപ്പോൾ എന്തായാലും അതറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ എന്തായാലും ഞാനിവിടെ പയറൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പയറൊക്കെ അടിയിൽ ആ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനവിടെ നമ്മുടെ പയർ പന്തലുണ്ടല്ലോ, അതിനകത്തൊക്കെ പോയിട്ട് നമ്മൾ കാണുന്നതൊക്കെ പറിച്ചു. പിന്നെ മുകളിൽ പോയിട്ട് നോക്കുകയൊക്കെ ചെയ്ത് എല്ലാം അങ്ങോട്ട് പറിച്ച് ഇനിയിപ്പോൾ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിലിപ്പോൾ കായൊന്നും ഇല്ല കേട്ടോ. അത് 1-2 വിത്ത് നിർത്തിയിട്ടുള്ളൂ, എന്താണെന്നറിയില്ല. ഇപ്പോൾ പൂവും കായൊന്നും ഇടുന്നില്ല. ഒരു 2-3 ട്രിപ്പ് ഈ 2-3 വെച്ച് കിട്ടി. ഇപ്പം അങ്ങോട്ട് വെണ്ടയ്ക്കൊന്നും കിട്ടുന്നില്ല കേട്ടോ, പയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ 1-2 തുവരച്ചെടിയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് എപ്പോഴാണ് കായാവുക എന്നൊന്നും അറിയില്ല. മകരമാസത്തിലൊക്കെ ആണെന്ന് തോന്നുന്നു കേട്ടോ തുവര ഇങ്ങനെ കായ്ക്കാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോയിലൊക്കെ കാണിക്കാം കേട്ടോ. എന്തായാലും നമ്മൾ വീഡിയോയിൽ കാണിക്കാതിരിക്കില്ലല്ലോ. അങ്ങനെ ഞാനിതാ പയറൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് ഒരു പിടി പയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇപ്പോൾ ഒരു പ്രാവശ്യം ഉപ്പേരി ഉണ്ടാക്കാനുള്ള പയർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞായറാഴ്ചയാണ് ഞങ്ങൾ പയർ പൊട്ടിച്ചത്. ഇന്നിപ്പോൾ വ്യാഴാഴ്ചയല്ലേ ആയിട്ടുള്ളൂ. ഒരു 3-4 ദിവസം കൂടുമ്പോൾ ഇതുപോലെ ഒരു പിടി പയർ കിട്ടുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിനൊക്കെ അത്രയൊക്കെ മതിയാവില്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നല്ല ഫ്രഷായിട്ടുള്ള പയർ വലിച്ച് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കഴിക്കണത് അതൊരു സന്തോഷമല്ലേ അല്ലേ. അപ്പോൾ ഒരു പിടി പയർ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ കൊണ്ടുപോയിട്ട് നേരെയാക്കിയിട്ട് ഞാൻ കറി വെക്കാനായിട്ട് പോവാണ്. അങ്ങനെ പയറൊക്കെ നന്നാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ചീനച്ചട്ടിയൊക്കെ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ നമ്മുടെ കാന്താരി മുളകുണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് പോണത്. പിന്നെ കഴിഞ്ഞ ദിവസം ചെറുപയർ കുതിർത്തത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ മുളയൊക്കെ പൊട്ടിയിട്ട് കുറച്ച് ദിവസമായിട്ടാണ്. അപ്പോൾ എന്തായാലും ഈ പയറിൻ്റെ കൂടെ അതും കൂടി ഇടാമെന്ന് പറഞ്ഞിട്ട് അതും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറുപയർ ഇട്ടിട്ട് ഈ പയർ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതാ ചെറിയുള്ളിയൊക്കെ നന്നാക്കി കഴുകി കൊണ്ടുവന്നു. നമ്മുടെ കാന്താരി മുളകൊക്കെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇടിച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മൾ നന്നായിട്ട് കല്ലിൽ വെച്ച് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കാന്താരി മുളക് ഇങ്ങനെ 2ആയിട്ട് കീറി ഇട്ടിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് കടിക്കാൻ കിട്ടുമ്പോൾ
അവർക്കതൊരു ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിടുകയാണെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് എടുത്ത് കളയാനായിട്ടുണ്ടാവില്ല. അപ്പോൾ കാന്താരി മുളകൊക്കെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മുടെ ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ നല്ല ഒരു ഔഷധ ഗുണമുള്ള സാധനമാണ് കാന്താരി മുളക്. ഇതിപ്പോൾ കിട്ടാനൊന്നുമില്ല അല്ലേ. അപ്പോൾ ഇന്നലെ ഏട്ടൻ പണിക്ക് പോയിട്ട് വന്നപ്പോൾ ഒരു പിടി കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങോട്ട് ഉപ്പേരിക്ക് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറേ കാന്താരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 2-3 ചെടിയിൽ നിറയെ കാന്താരി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ നമുക്ക് യൂട്യൂബ് ചാനലൊന്നുമില്ല. അപ്പോൾ നിറയെ മുളകും എന്താ പറയുക കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴാണെങ്കിൽ ഒന്നുമില്ല കേട്ടോ. ഒരു 2-3-4 മുളക് തൈയും ഇതുപോലെ പയർ ചെടിയും വാഴയും ഇതൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ അതിൽ അങ്ങനെ കായും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഓരോ സംഭവങ്ങളും അങ്ങനെ കപ്പയായിട്ടും വാഴയായിട്ടും എന്ന് പറഞ്ഞ പോലെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിതാ നമ്മുടെ കടുകൊക്കെ പൊട്ടി വരുന്ന സമയത്ത് ചതച്ച് വെച്ച ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു. പിന്നെ കാന്താരി മുളകും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തു കേട്ടോ. പിന്നെ നമ്മളതാ കഴുകി വാരി വെച്ച പയറിട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ പുറകിൽ തന്നെ നമ്മൾ ചെറുപയർ കഴുകി മുളപ്പിച്ച പയറില്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ പയർ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ അവിടെ ഇരിക്കും. അപ്പോൾ പിന്നെ ഈ ഒരു ഉപ്പേരിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ട് കഴിച്ചു പോകും. അങ്ങനെ ഞാനിതാ പയർ രണ്ടും എടുത്തിട്ടതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു മഞ്ഞൾ പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ ഞാൻ പയർ മാത്രമാകുന്ന സമയത്ത് വെള്ളം ഒഴിക്കാതെ നമ്മൾ നീരാവി തന്നെ അങ്ങോട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിപ്പോൾ ചെറുപയറും കൂടി ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ഒന്ന് വെന്ത് വരണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മൾ സിമ്മിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേക്ക് ഇതാ നമ്മുടെ അടുപ്പത്ത് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതൊക്കെ ആയിട്ടുണ്ട്. അതൊന്ന് വാർത്ത് വെക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ചില സമയത്ത് ഞാൻ നമ്മുടെ ആ വാർക്കണ ഒരു കൊട്ടയുണ്ടല്ലോ നമ്മുടെ പാത്രം അതിലങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ചില സമയത്ത് ഇതുപോലെയാണ് കേട്ടോ വാർത്ത് വെക്കുന്നത്. അപ്പോൾ ഇത് വാഷ് ബേസ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഇതാണ് കേട്ടോ സംഭവം. ആ കുഴിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ വാർക്കണ പാത്രം വെച്ചിട്ട് അതിലങ്ങനെ നമ്മുടെ ചട്ടി ഇങ്ങനെ വാർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വേറൊരു കുഞ്ഞു ചട്ടിയുണ്ട്, അതുകൊണ്ട് ഇതുപോലെ വാർത്തിട്ടുണ്ടെങ്കിൽ കയ്യും കാലിലൊക്കെ വെള്ളം ഒഴുകും. ആ ഒരു പാത്രത്തിൽ ഞാൻ ചോറുണ്ടാക്കുന്ന സമയത്ത് ആ ഒരു വാർക്കണ പാത്രത്തിൽ ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഇടയിൽ ഇങ്ങനെ ഗ്ലാസും കൂടെ വെച്ച് കൊടുത്താൽ അതങ്ങനെ കറക്റ്റായിട്ട് നിന്നോളും. അല്ലെങ്കിൽ പിന്നെ ഇടയിൽ കൂടെ ചോറ് പോയിട്ട് ആകെ ആ പാത്രത്തിൽ മൊത്തം ചോറാകും. അങ്ങനെ ഞാനിത് ആ ചോറൊക്കെ വടിച്ച് വെച്ചു. പിന്നെ അവിടെ കുറച്ച് വെള്ളമൊക്കെ ചിന്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തുടച്ച് ഇട്ടതിന് ശേഷം എന്താ നമ്മുടെ പയർ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. റെഡിയായ ശേഷം ഞാനിതാ കുറച്ച് തേങ്ങയൊക്കെ ചിരവി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവസാനം ഇറക്കാൻ പോകുന്ന നേരത്താണ് കേട്ടോ തേങ്ങ ചിരവി ഇട്ട് കൊടുത്തത്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ അടിപൊളി പയർ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. കാന്താരി മുളകൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പയർ ഉപ്പേരി. അപ്പോൾ എന്തായാലും ഉപ്പേരി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ചിട്ടിക്കുട്ടിക്ക് ചോറ് കൊടുക്കാനായിട്ട് പോവാണ്. ചോറൊക്കെ ആക്കണം. അപ്പോൾ രാവിലെ അത് കണ്ടില്ലേ ഒരു നമ്മുടെ സൂര്യപ്രകാശമൊക്കെ ഇങ്ങനെ അടുക്കളയിൽ വരും കേട്ടോ. അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അവിടെ നിന്നിട്ട് ഇങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ നല്ല രസമില്ലേ നമ്മുടെ അടുക്കളയ്ക്ക് ഇങ്ങനെ സൂര്യപ്രകാശമൊക്കെ വരുമ്പോൾ. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അങ്ങനെ അതാ ചിട്ടിക്കുട്ടിക്കുള്ള ചോറൊക്കെ പ്ലേറ്റിലാക്കി വെച്ചു. തലേ ദിവസം ഉണ്ടാക്കിയ വെള്ളപ്പയർ കറി ഉണ്ട് കേട്ടോ, തക്കാളി ഇട്ട് വെച്ചത്, അത് ഒഴിച്ചു കൊടുത്തു. പിന്നെ അത് അച്ചാറും പയറുപ്പേരിയും ആണ് കേട്ടോ രാവിലെ കഴിക്കാനായിട്ട്. ഇത് തന്നെയാണ് ഉച്ചയ്ക്കിലും. ഞാൻ പയർ കറി മാത്രം കൊടുത്തു വിട്ടില്ല കേട്ടോ, ചാറ് കൂട്ടാൻ മാത്രം കൊടുത്തു വിട്ടില്ല. കാരണം ഉച്ചയ്ക്കാവുമ്പോഴേക്കും ചിലപ്പോൾ കേട് വന്നാലോ, ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കിയതാണല്ലോ. അപ്പോൾ ഞാൻ ഉപ്പേരിയും അച്ചാറും മാത്രമാണ് കേട്ടോ കൊടുത്ത്. അപ്പോൾ അവൾ കൂട്ടുകാരികളുടെ അടുത്ത് അനിയുടെ അടുത്ത് കറി വാങ്ങിച്ച് കഴിച്ചോളൂ, അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് കഴിക്കാമെന്നും പറഞ്ഞു. അങ്ങനെ എന്തായാലും ആ ചിട്ടിക്കുട്ടിനെയൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ തുണിയൊക്കെ സോപ്പ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ഒന്ന് അലക്കിയിട്ടു. അപ്പോൾ ഇന്നലെ ചോറ് കൊണ്ടുപോയിട്ട് ബാഗിൽ മൊത്തം അങ്ങോട്ട് ചോറ് ചിന്തിപ്പോയി എന്ന് പറഞ്ഞു കേട്ടോ. നമ്മൾ കറിയും ചോറും ഒക്കെ കൂടെ ബാഗിൽ നേരെ അടച്ച് വെക്കാത്തത് കൊണ്ട് അങ്ങോട്ട് കളഞ്ഞിട്ടുണ്ടായെന്ന് പറഞ്ഞു ബാഗിൻ്റെ അറയിൽ. അതങ്ങനെ പകുതിയൊക്കെ അങ്ങനെ ചാറൊക്കെ ആയിട്ട് ആകെ സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി അമ്മ എന്ന് പറഞ്ഞിട്ട് ബാഗ് കഴുകാനായിട്ട് ഇട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ചോറും പാത്രം ഞാൻ അടച്ചു കൊടുക്കാത്ത കാരണം അവൾ തന്നെത്താനെ അടച്ച് ആക്കിയതാണ് കേട്ടോ. കാരണം ഞാൻ ചാറ് ഒഴിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് അവൾക്ക് ചാറങ്ങോട്ട് നമുക്ക് കുഴച്ച് കഴിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് പ്ലേറ്റിലാക്കി ചോറിട്ടിട്ട് ചാറും സാമ്പാറും കൂടെ മിക്സ് ചെയ്ത്
ടിഫിൻ ബോക്സിലാക്കുകയാണ് കേട്ടോ ചെയ്തത്. അവൾ തന്നെ അങ്ങനെ ചെയ്തു. അപ്പോൾ പിന്നെ ഇതാ ചോറും പാത്രമൊക്കെ അങ്ങനെ ബാഗിൽ കൊട്ടിയിട്ട് അങ്ങനെ വൃത്തികേടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടെ ഇന്ന് രാവിലെ കഴുകിയിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിതാ ഇന്നിപ്പോൾ ഇത്തിരി വെയിലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇന്നലെ ഗോതമ്പൊക്കെ ഉണക്കിയെടുത്തു, കഴുകി ഉണക്കിയെടുത്തു. ഇന്നിപ്പോൾ കുറച്ച് അരിയും കൂടെ പൊടിക്കാനായിട്ട് നമുക്ക് ഉണക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ അരി കഴുകാനായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ ഒരു 2-3 കിലോ പച്ചരിയും 1 കിലോ പുഴുങ്ങലരി ഉണ്ടല്ലോ, റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന നമ്മൾ ചോറ് വെക്കുന്ന അരി, അതും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് റേഷൻ പച്ചരിയും പുഴുങ്ങലരിയാണ് കേട്ടോ. അതിട്ടിട്ട് 3-4 വെള്ളത്തിൽ കഴുകിയെടുത്ത് ബാക്കി നമ്മളതങ്ങനെ ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. നമ്മൾ ചോറ് വറുക്കണ പാത്രത്തിൽ ഇതുപോലെ കൊട്ടക്കൈലിൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതും കൊണ്ട് വാരി വാരി എടുക്കുകയാണ്. അപ്പോൾ ഈ കൊട്ടക്കൈലിൻ്റെ പിടി പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനതാണ് കൈ വെച്ചിട്ട് അങ്ങനെ എടുക്കുന്നത്. അങ്ങനെ എന്തായാലും ഇതാ നമ്മുടെ അരിയും എല്ലാം ഒന്ന് കഴുകി വെയിൽ വരുമ്പോഴത്തേക്ക് ടെറസിൻ്റെ മുകളിൽ കൊണ്ടിട്ടാൽ അതങ്ങോട്ട് വേഗം ഉണങ്ങി കിട്ടുമല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ അരിയും ഗോതമ്പും ഒപ്പം ഒരുമിച്ച് അങ്ങോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ പണിയാണ് കിട്ടുമോ പറഞ്ഞിട്ടാണ് കേട്ടോ ഓരോന്നായിട്ട് അങ്ങോട്ട് ചെയ്യണത്. ഇനിയിപ്പോൾ രണ്ടും കൂടെ ഉണക്കിയെടുത്തതിന് ശേഷം നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയി മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ചിട്ട് വരാമല്ലോ. അപ്പോൾ എന്തായാലും ഞാനിതാ അരിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വെള്ളമൊക്കെ വാർന്നതിന് ശേഷം ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോയി ഉണക്കാൻ കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വെയിലത്ത് ഉണക്കാൻ കൊണ്ടിട്ടിട്ട് വേണം എനിക്ക് കുളിക്കാനായിട്ട്. അപ്പോൾ തുണി അലക്കലൊക്കെ കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ എന്തായാലും മോട്ടറൊക്കെ അടിച്ച് കുളിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞു കേട്ടോ, ഏകദേശം എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്കും കറി എന്തെങ്കിലും വെച്ചാൽ മതി, അത്രയേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ പണി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരയ്ക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.